എന്തുവാ ഇത് ആരിഫ് ബ്രോ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്താ പറയോ, ഞാനും ആരിഫ് ബ്രോ എപ്പോഴും കണ്ട ഫൈറ്റാണ്. ഞങ്ങള് TV ചാനലുകളിലടക്കം അതിശക്തമായ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നവരാണ്. ആരിഫ് ഹുസൈൻ പരിശുദ്ധമായ ഇസ്ലാം മതത്തെ ഏറ്റവും മോശകരമായ രീതിയിലാണ് പറയുന്നത്. ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം കത്തിക്കണമെന്നടക്കം TV ചാനൽ എന്ന് പറഞ്ഞതിന് ഞാൻ ചൂടായി എതിർക്കുകയും ഞാൻ TV ചാനൽ വിളിച്ച് പ്രതിഷേധം പറയുകയും ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ നടത്തിയ ഒരു വീഡിയോ കാണാനിടയിൽ, ആ വീഡിയോയിൽ അദ്ദേഹം നടത്തിയ സംസാരത്തിനിടയിൽ പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംശയം നിങ്ങളുമായി പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാരണം പരിശുദ്ധ ഖുർആനും വിശുദ്ധ ബൈബിളും പവിത്രമായ ഭഗവത്ഗീതയും ഒന്നും ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കണം എന്ന് പറയുന്നത് യോജിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഇത് പറഞ്ഞു വരുമ്പോൾ പോലും ആ രണ്ട് വാക്കുകൾ കത്തിക്കുക എന്നുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തോട് പറയാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇസ്ലാമിനെ കുറ്റം പറയുകയും മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് തീവ്ര വലതുപക്ഷക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. അദ്ദേഹത്തോട് യോജിക്കാത്തവരെ എല്ലാം ജിഹാദികളെന്നും അല്ലെങ്കിൽ ജിഹാദികളുടെ ആൾക്കാരെന്നും ഒക്കെ പറയുന്നതാണ്. അതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ യഥാർത്ഥത്തിൽ സ്വന്തം അമ്മ മരിക്കുമ്പോൾ, സ്വന്തം ഉമ്മ മരിക്കുമ്പോൾ ജിഹാദി ഉമ്മ മരിച്ചു എന്നൊക്കെയാണോ പറയേണ്ടത്? പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ആത്മഹത്യയും മക്കള് നഷ്ടപ്പെട്ട അമ്മമാരുടെ വേദനയൊക്കെ കാണുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ മതം വേറെ വേറെയാകാം. മതം എന്ന് പറഞ്ഞ അഭിപ്രായം, അത്രയേ ഉള്ളൂ. എന്റെ മതം നിന്റെ മതം, അതായത് എനിക്ക് എന്റെ അഭിപ്രായം, നിനക്ക് നിന്റെ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ആരിഫായിക്ക് ഒരു മതമുണ്ട്. അത് ഈ യുക്തിവാദത്തിന്റെയും എസൻസിന്റെയും രവീന്ദ്രൻ സാറിന്റെയും ഒക്കെ ലൈനാണ്. അതിനെ ബഹുമാനിക്കുന്നു, യോജിക്കുന്നൊന്നുമില്ല, ബഹുമാനിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള മതങ്ങളെ അടച്ചാക്ഷേപിക്കുകയും സ്വന്തം ഉമ്മയെ പോലും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് എന്ത് നന്മയുള്ളത്? വളരെ മോശമായ രീതിയിൽ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വേദഗ്രന്ഥത്തെയും ഒക്കെ അധിക്ഷേപിക്കുന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ എന്നാണ് പറഞ്ഞു വെച്ചത്. വിശുദ്ധ ഖുർആൻ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ആരിഫ് ഹുസൈനെതിരെ ഒരു നടപടിയും എടുക്കാത്തത്? ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായാലും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായൊക്കെ അറിയപ്പെടുന്ന ആളുകളായാലും എന്തുകൊണ്ട് ആരിഫ് ഹുസൈനെതിരെ ആരും തന്നെ നിയമ നടപടികൾക്കൊന്നും തയ്യാറാകുന്നില്ല? അപ്പോ ഇസ്ലാം മതത്തെ അദ്ദേഹത്തിന് വിമർശിക്കാം, അതിനൊന്നും ഞങ്ങൾ ആരും എതിര് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു മാന്യത വേണം. ഒരു മാന്യതയും ഇല്ലാതെ അധിക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. യാതൊരു രീതിയിലെ നിയമ നടപടികളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇവിടെ ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെ ഈ രീതിയിൽ മറ്റുള്ളവരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, അവരുടെ പേരിൽ പച്ച നുണകൾ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇറക്കിയും ലേഖനങ്ങൾ ഇറക്കുന്നതുമൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ആ മതം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഇതേ കാറ്റഗറിയിൽ തന്നെയാണോ ഈ അധിക്ഷേപവും ആക്ഷേപവും കുത്തിപ്പറച്ചലുകളും പരിഹാസവും ഒക്കെ പെടുക? അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഇതിൽ പെടുമോ? ഇത് ചില ആളുകൾക്ക് സംവരണം ചെയ്തു വെച്ചതാണ്, മറ്റുള്ളവർക്കൊന്നും ഇത് ഈ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി പാടില്ല എന്ന വല്ല നിയമവും ഉണ്ട് എങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒന്ന് പറഞ്ഞു തരാം. ഇത്ര മാത്രം വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കുകയും വളരെ മോശമായ രീതിയിൽ, ഇപ്പൊ രാഹുൽ ഈശ്വറിനെ പറഞ്ഞു അധിക്ഷേപിക്കുന്നു എന്ന പ്രയോഗം അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ രീതിയിലൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടൊക്കെ വീഡിയോകൾ ഇറക്കുമ്പോൾ എന്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇത് കാണുന്ന ആളുകൾ നിരവധി ഉണ്ടല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ, മതപണ്ഡിതന്മാരുണ്ടല്ലോ, പൊതുപ്രവർത്തകരുണ്ടല്ലോ, അതുപോലെ തന്നെ ചരിത്രകാരന്മാരും ലേഖകന്മാരും ഒക്കെയുണ്ട്. ന്യൂസ് ചാനലിൽ വരെ ഈ പറയുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തി ഇസ്ലാം വിമർശനം നടത്തുന്നുണ്ട്. ഇസ്ലാമിനെ വിമർശിച്ചോളൂ, അതിലൊന്നും ഒരു തർക്കവുമില്ല. വിമർശനത്തെയൊക്കെ ഇസ്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതിനെയൊക്കെ വളം വെച്ചു കൊടുക്കുകയും അതിനെയൊക്കെ പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ? ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലേ എന്നാണ് എനിക്കറിയേണ്ടത്. അറിയുന്ന ആളുകൾ ഒന്ന് പറഞ്ഞു തരിക. ദയവ് ചെയ്ത് മുസ്ലിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസികളോട് പറയാനുള്ളത്, ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളുടെ വീഡിയോക്ക് ചുവടെ നിങ്ങൾ ആരും പോയി കമന്റ് ഇടരുത്. അദ്ദേഹത്തിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കുക. അയാളെ പോലെയുള്ള ആളുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സാധ്യമാക്കി കൊടുക്കരുത് എന്നാണ് ദയവ് ചെയ്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന സംശയങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്, വിമർശനമല്ല അധിക്ഷേപം തന്നെയാണ് നടത്തുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും യാതൊരു രീതിയിലുള്ള നടപടിയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മതവികാരം വ്രണപ്പെടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ചർച്ച പോലും ആകുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമുണ്ട്. കാരണം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകനെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ പരിഹസിക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഇതൊക്കെ ഇന്ത്യൻ നിയമപ്രകാരം അനുവദിക്കപ്പെട്ടതാണോ?